ബംഗാൾ രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി സിൻഡിക്കേറ്റ് രാജും അക്രമ രാഷ്ട്രീയവും അഴിച്ചുവിട്ട് ജനങ്ങളെ പിഴിഞ്ഞൂറ്റിയ ഒരു പടുകൂറ്റൻ സാമ്രാജ്യം ഇതാ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന നയനമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പരാജയ നിരാശയിൽ പരസ്യമായി തെരുവിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങിയ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയെ ഞെട്ടിച്ചുകൊണ്ട് വേദിയിലേക്ക് എത്തിയത് വെറും 6 MLA മാർ മാത്രം. അതെ, ബംഗാളിനെ ഭയത്തിന്റെ നിഴലിൽ നിർത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ അന്ത്യകൂദാശയ്ക്ക് ഇനി സാക്ഷ്യം വഹിക്കാൻ അവശേഷിക്കുന്നത് വെറും 6 പേർ മാത്രം. പശ്ചിമ ബംഗാൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അസ്തമയത്തിന്റെ തത്സമയ കാഴ്ചകളിലേക്ക്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ കൊൽക്കത്തയിലെ റാണി രാഷ്മണി അവന്യൂവിൽ മമതാ ബാനർജി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ദയനീയമായ ഒറ്റപ്പെടലിന്റെ വേദിയായി മാറി. ആകെയുള്ള 294 സീറ്റുകളിൽ 177 BJP ക്രമക്കേട് നടത്തിയാണ് ജയിച്ചതെന്ന മമതയുടെ വാദങ്ങളെ സ്വന്തം പാർട്ടി നേതാക്കൾ പോലും പുച്ഛിച്ചു തള്ളിയ മട്ടാണ്. വേദിയിൽ മൈക്കോ സ്റ്റേജോ കെട്ടാൻ പോലും ആളെ കിട്ടിയില്ലെന്ന് മമത വിലപിക്കുമ്പോൾ അണികളും നേതാക്കളും ഈ മുങ്ങുന്ന കപ്പലിൽ നിന്ന് കൂട്ടത്തോടെ ചാടി രക്ഷപ്പെടുകയാണ്. ലാഡെങ്കെ യേ മാരെങ്കെ, ഒന്നുകിൽ പോരാടും അല്ലെങ്കിൽ മരിക്കും എന്ന് മമത യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ സ്വന്തം MLA മാർ പോലും കൂടെയില്ലാത്ത അവസ്ഥ എത്രത്തോളം ദയനീയമാണെന്ന് രാജ്യം കാണുകയാണ്. വർഷങ്ങളായി അഴിമതിയും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ക്രമസമാധാന തകർച്ചയും വഴി കാളിയമ്മയുടെ മണ്ണായ ബംഗാളിന്റെ സംസ്കാരത്തെ തകർത്ത TMCക്ക് ലഭിച്ച പുറങ്കാലുകൊണ്ടുള്ള തൊഴിയാണിത്. നിയമസഭാ സ്പീക്കർക്ക് നൽകിയ കത്തിൽ ഒപ്പ് വ്യാജമായി ഇട്ടു എന്ന പരാതിയിൽ സ്വന്തം പാർട്ടിയുടെ MLA മാരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്ന നാണക്കേടിലാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനുള്ളിലെ നാണം കെട്ട ആഭ്യന്തര കലഹങ്ങളുടെ ദുർഗന്ധമാണ് ഇപ്പോൾ ബംഗാളിലെങ്ങും. സ്വന്തം എം എൽ എമാരുടെ ഒപ്പ് പോലും വ്യാജമായി നിർമ്മിച്ച് കത്ത് നൽകാൻ മാത്രം അതപ്പതിച്ചിരിക്കുകയാണ് പാർട്ടി നേതൃത്വം. തങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വ്യാജ ഒപ്പിട്ടതിനെതിരെ സ്വന്തം MLA മാർ തന്നെ സ്പീക്കർക്ക് പരാതി നൽകിയെന്നത് മമതയുടെ പാളയത്തിൽ ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥയുടെ നേർചിത്രമാണ്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ പാർട്ടിയുടെ ഈ കള്ളത്തരം പുറത്തു കൊണ്ടുവന്ന ആ MLA മാരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് തൃണമൂൽ നേതൃത്വം. പുറത്ത് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു പാർട്ടി ഇപ്പോൾ ഉള്ളിലിരുന്ന് പരസ്പരം പോരടിച്ച് സ്വയം ഇല്ലാതാകുന്ന കാഴ്ചയാണ് ബംഗാൾ കാണുന്നത്. ഈ ആഭ്യന്തര തകർച്ചയ്ക്ക് പുറമെയാണ് ഭരണകൂടത്തിന്മേൽ മമതയ്ക്കുണ്ടായിരുന്ന സമ്പൂർണ്ണ നിയന്ത്രണം നഷ്ടപ്പെട്ടതിന്റെ നേർചിത്രവും പുറത്തു വരുന്നത്. ശോഭൻ ദേവ് ചതോപാധ്യായെ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിലെത്തിയ MLA മാരായിട്ടുള്ള കുനാൽ ഘോഷും അഷിമ പത്രയും അടങ്ങുന്ന TMC പ്രതിനിധി സംഘത്തിനാണ് ഈ വൻ നാണക്കേട് നേരിട്ടത്. സ്പീക്കർ ഡൽഹിയിൽ ആയിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കത്ത് കൈമാറാൻ ശ്രമിച്ചെങ്കിലും ആ ഔദ്യോഗിക കത്ത് ഒന്ന് വാങ്ങിവെക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ഭരണത്തിന്റെ ഹുങ്കിൽ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി നിർത്തിയിരുന്ന ഒരു കാലം മമതയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അധികാരവും ജനപിന്തുണയും പൂർണ്ണമായും നഷ്ടപ്പെട്ട തൃണമൂൽ നേതാക്കളെ ഇനി വകവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ബംഗാളിലെ ഉദ്യോഗസ്ഥർ. ചുരുക്കത്തിൽ നിങ്ങളെ ഞങ്ങൾക്ക് ഇനി ഭയമില്ല എന്ന് സംസ്ഥാനത്തെ ബ്യൂറോക്രസി പോലും തൃണമൂലിന്റെ മുഖത്ത് നോക്കി പറയുന്ന ഈ അവസ്ഥ അവരുടെ സമ്പൂർണ്ണ പതനത്തിന്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ്. സുവേന്ദു അധികാരിയും BJPയും ഭയന്ന് പോലീസിനെതിരെ ആക്രോശിക്കുന്ന TMCയുടെ മുതിർന്ന നേതാവ് കല്യാൺ ബാനർജിയുടെ പ്രസംഗങ്ങൾ പാർട്ടിക്കുള്ളിലെ കടുത്ത നിരാശയുടെ തെളിവാണ്. ദേശീയതയ്ക്കും വികസനത്തിനും പ്രാധാന്യം നൽകുന്ന BJPയുടെ ശക്തമായിട്ടുള്ള മുന്നേറ്റത്തിന് മുന്നിൽ പ്രാദേശിക കുടുംബവാഴ്ച രാഷ്ട്രീയത്തിന് ഇനി നിലനിൽപ്പില്ല എന്ന കൃത്യമായിട്ടുള്ള സൂചനയാണ് ബംഗാൾ ഇപ്പോൾ നൽകുന്നത്. ജനവികാരം പൂർണ്ണമായും BJPക്ക് അനുകൂലമായതോടെ നിലനിൽപ്പിനായി പാർട്ടി പുനഃസംഘടന നടത്തി ശോഭൻ ദേവ് ചതോപാധ്യായെ പ്രതിപക്ഷ നേതാവാക്കി പ്രഖ്യാപിക്കാൻ മമത നിർബന്ധിതയായി. എന്നാൽ ഈ തട്ടിക്കൂട്ട് തന്ത്രങ്ങൾക്കൊന്നും TMCയെ ഇനി രക്ഷിക്കാനാവില്ല. ബംഗാളിലെ സാധാരണ ജനങ്ങളും അണികളും അക്രമത്തിന്റെ രാഷ്ട്രീയത്തെ കൈവിട്ട് മോദി സർക്കാരിന്റെ സ്വന്തം സംസ്കാരത്തെ മുറുക്കി പിടിച്ചുകൊണ്ടുള്ള വികസന രാഷ്ട്രീയത്തോടൊപ്പം അണിചേരാൻ തുടങ്ങിയിരിക്കുകയാണ്. പ്രതിഷേധ യോഗങ്ങളിൽ വലിയ ജനക്കൂട്ടത്തെ കാണിച്ച് അധികാരം തിരിച്ചുപിടിക്കാമെന്ന് കരുതിയ മമതാ ബാനർജിക്ക് സ്വന്തം പാളയത്തിൽ നിന്ന് കിട്ടിയത് കനത്ത പ്രഹരമാണ്. ഒരു കാലത്ത് ബംഗാളിനെ വിറപ്പിച്ച തൃണമൂൽ കോൺഗ്രസ് എന്ന പടുകൂറ്റൻ പ്രസ്ഥാനം ഇന്ന് വെറും 6 MLA മാരുടെ സാന്നിധ്യത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അഴിമതിയുടെയും ഭയപ്പെടുത്തലിന്റെയും സിൻഡിക്കേറ്റ് രാജ് അവസാനിപ്പിച്ച് ഒരു പുതിയ ബംഗാളിന്റെ ഉദയത്തിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്നതുപോലെ വോട്ട് കൊള്ളയടിച്ചെന്ന് BJPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന മമതയുടെ പാർട്ടി സ്വന്തം അസ്തമയം തെരുവിൽ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മടങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള.